റോയൽ ചലഞ്ചേഴ്സിന്റെ വിജയാഘോഷത്തിനിടയിൽ ദുരന്തം. തിക്കിലും തിരക്കിലും ഒരു മരണം, 20-ലേറെ പേർക്ക് പരിക്കേറ്റു. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി പോലീസ്. MG മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, വലിയ ജനക്കൂട്ടമായിരുന്നു, ആരാധകരുടെ വലിയ പ്രവാഹമായിരുന്നു കോഹ്ലിയെയും ടീമിനെയും ആദരിക്കാനും മറ്റും. എന്താണ് സംഭവിച്ചത്? രജിത്ത്, 18 വർഷം വേണ്ടി വന്നു ഇത്തരത്തിലൊരു കപ്പ് RCBക്ക് സ്വന്തമാക്കാൻ. അതിന്റെ ഭാഗമായി ആരാധകരുടെ ഒരു വലിയ നിര തന്നെയായിരുന്നു ഈ ഭാഗത്തൊക്കെ തടിച്ചുകൂടുകയും ചെയ്യുന്നത്. നിലവിൽ അതായത് ടീം അംഗങ്ങൾ ഇതുവരെയും ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് എത്തിയില്ല. അതിനു മുമ്പ് തന്നെയാണ് ആരാധകർ തടിച്ചുകൂടുകയും ചെയ്യുന്നു. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ പരിസരത്തുമൊക്കെ തന്നെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പോലീസ് കർശന നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് വലിയ രീതിയിൽ തിക്കിലും തിരക്കിലും പെട്ട വലിയ രീതിയിൽ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. ഇതിലൊരാൾ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റുണ്ട്. ഏകദേശം 20-ന് മുകളിൽ ആളുകൾക്ക് പരിക്കേറ്റുണ്ട്. അതിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടിയാണ് നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നത്. അത്തരത്തിൽ കനത്ത സുരക്ഷയുടെ ഭാഗമായി നിരവധി ആളുകൾ ഇവിടേക്ക്, അതായത് ഒരു പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ പരിസരത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് അവരെ നിയന്ത്രിക്കാൻ പറ്റാതായി പോവുകയും ചെയ്തത്. ഒപ്പം തന്നെ 3 വാതിലുകളിലൂടെ, അതായത് ചിന്നസ്വാമിയിലെ പ്രധാനപ്പെട്ട 3 കവാടങ്ങളിലൂടെയാണ് ഈ ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിരുന്നത്. അവിടെയാണ് ഈ തിക്കിലും തിരക്കിലും പെട്ട ഒരാൾ. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. തിക്കിലും തിരക്കിലും പെട്ടാണ് ഒരാൾ മരണപ്പെട്ടത്. 20 പേരുടെ നില ഗുരുതരമാണ് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നേരത്തെ വിമാനത്താവളത്തിലെത്തിയ ടീമിനെ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ് സ്വീകരിച്ചത്. പിന്നീട് വിധാൻ സൗദയിൽ കർണാടക മുഖ്യമന്ത്രി ആദരിച്ചു ടീം അംഗങ്ങളെ. ഇതിനിടയിലാണ് ഈ ദുരന്തമുണ്ടായത്. വിക്ടറി പരേഡ് അടക്കം ആസൂത്രണം ചെയ്തിരുന്നു. നേരത്തെ പല കാരണങ്ങൾ കൊണ്ടും സുരക്ഷാ അനുമതി നിഷേധിച്ച ഒരു പരിപാടി കൂടിയാണ് ഇത്. ഇത്തരത്തിൽ ആരാധകർ വന്ന് കയറും, വല്ലാതെ തടിച്ചുകൂടുമെന്ന് ഉള്ള സാഹചര്യം മനസ്സിലാക്കിയായിരുന്നു പോലീസിൻ്റെ ഇടപെടൽ. പക്ഷേ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ടീം എത്തുന്നതിന് മുൻപ് തന്നെ ഇത്ര വലിയ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. മിഥുൻ, തുടരാം. രജിത്ത്, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. കാരണം വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, ഈ ആളുകൾ ഇത്രയധികം ഫാൻസ് ഇതിനോടകം തന്നെ എത്തിച്ചേരുമെന്നുള്ള കണക്കുകൂട്ടൽ പോലീസിനുണ്ടായിരുന്നു. പക്ഷേ അതിനുവേണ്ടിയുള്ള ക്രമീകരണം നടത്തിയെങ്കിൽ പോലും തന്നെ ആളുകൾ കൂട്ടത്തോടെ ഇടിച്ചു കയറി, അതായത് സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ആ ഒരു ശ്രമത്തിനിടെയാണ് നിരവധി പേർക്ക് പരിക്കുണ്ടാകാനുള്ള സാഹചര്യത്തിലേക്ക് നയിക്കുകയും ചെയ്ത് അതിലൊരാൾ മരണപ്പെട്ടു എന്നുള്ള വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്. ഇതിൽ 20-ലധികം പേർക്ക് വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 3 പേരുടെ നില ഗുരുതരമായി എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ അവിടെ നിന്ന് ലഭ്യമാവുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നിലവിൽ ആ ദൃശ്യങ്ങൾ കാണുകയും ചെയ്യാം. ഇവിടെ നിന്ന് ഈ പരിക്കേറ്റ ആളുകളെ ആംബുലൻസിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് കാണുകയും ചെയ്യാം. ഇതിന്റെ ഭാഗമായി നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ നിയോഗിക്കുകയും ചെയ്യുന്നു. പക്ഷേ എങ്കിൽ പോലും തന്നെ ഈ ആരാധകരുടെ ഒരു വലിയ പ്രവാഹം, അത് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ 3 ഗേറ്റുകൾ വഴിയാണ് ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിനകത്തേക്ക് ആളുകൾ, ഈ ആരാധകരെ പ്രവേശിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ ഒരു ഗേറ്റിന് ഇടയിൽ വലിയ രീതിയിൽ പോലീസും ഒപ്പം തന്നെ ആരാധകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു. തുടർന്ന് ആ സമയത്താണ് വലിയ രീതിയിൽ ആളുകൾ ഇടിച്ചു കയറാനുള്ള ശ്രമം നടത്തുന്നു. ഗേറ്റ് ക്ലോസ് ചെയ്യാൻ ആ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ നിർബന്ധിതരാകുന്നു. ആ സമയമാണ് ഇതിൽ താഴേക്ക് വീണ, സ്വാഭാവികമായും ഇത്തരത്തിൽ ഉന്തും തള്ളും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആളുകൾ താഴേക്ക് മറിഞ്ഞു വീഴാം. ആ സമയത്ത് ആളുകൾ ഇടിച്ചു കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അങ്ങനെയാണ് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത്. 20-ലധികം പേർക്ക് ഇതിനോടകം പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ഒരാൾക്ക് മരണം, ജീവഹാനി സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള വിവരം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. നമുക്കറിയാം, 18 വർഷത്തോളം വേണ്ടി വന്നു ഒരു കപ്പ് ഇത്തരത്തിൽ IPL കിരീടം സ്വന്തമാക്കാൻ RCBക്ക് വേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ആരാധകർ വലിയ ആവേശത്തിൽ തന്നെയായിരുന്നു. ഇന്നലെ രാത്രി മുതൽ തന്നെ ബാംഗ്ലൂരിന്റെ പലയിടങ്ങളിലും, അതായത് രാജ്യത്തുടനീളം വലിയ രീതിയിൽ ആരാധകരുടെ ഒരു ആഘോഷ പരിപാടികൾ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് കർണാടകയിൽ ബാംഗ്ലൂരിൽ വലിയ രീതിയിലുള്ള ആരാധകരുടെ വലിയ വിന്യാസം ഉണ്ടായിരുന്നു. പടക്കങ്ങൾ പൊട്ടിച്ചും വലിയ രീതിയിൽ ആഘോഷ തിമിർപ്പിലായിരുന്നു ആരാധകർ ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് ടീം വരുമ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള വരവേൽപ്പ് നൽകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ അല്പസമയത്തിന് മുമ്പ് അവർ വിധാൻ സൗദയിലെത്തി ആ സ്വീകരണ പരിപാടികൾ നടക്കുകയാണ്. അവിടെ ഇപ്പോഴും ഈ താരങ്ങൾ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് എത്തിയില്ല. അതിനു മുമ്പ് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു വിവരം, അത്തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നത്. നിലവിൽ അവിടുത്തെ സാഹചര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അല്പസമയത്ത് തന്നെ നമുക്ക് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ നിലവിൽ ഈ താരങ്ങൾ വരുന്നതിന്റെ ആ റോഡിൽ ഇരുവശവും ആരാധകരുടെ വലിയ വിന്യാസമാണ്. ഇവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് വലിയ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഈ ഗേറ്റുകൾ വഴി അകത്തേക്ക് ആരാധകരെ പ്രവേശിപ്പിക്കുന്ന ആ വഴിയിലാണ് അത്തരത്തിൽ അപകടമുണ്ടായിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടു എന്നുള്ള വാർത്തയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. രഞ്ജിത്ത്.
അതാണ് സാഹചര്യം. പരിക്കേറ്റവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ആരാധകരുടെ വല്ലാത്ത ഒരു പ്രവാഹം തന്നെയാണ് ടീമിന് അഭിവാദ്യം അർപ്പിക്കാൻ ഇങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരാധകരെ നിയന്ത്രിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു പ്രവാഹം ആരാധകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതും. ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. പരിക്കുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ട പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഏതായാലും ഇത്ര വലിയൊരു വിജയാഘോഷത്തിനിടയിൽ, ബാംഗ്ലൂരിൻ്റെ വലിയ വിജയത്തിനിടയിൽ ഇതൊരു ദൗർഭാഗ്യകരമായ സംഭവമായി കൂടി മാറുകയാണ് എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം, മുഖ്യമന്ത്രി അടക്കമാണ് ഈ ഒരുപക്ഷെ ഒരു ടീമിന്, ഒരു IPL പോലെ ഒരു ടൂർണമെൻറ്റ് വിജയിക്കുന്ന ഒരു ടീമിന് ഇത്ര വലിയ ഒരു സ്വീകരണം ആദ്യമായി ആയിരിക്കും സംഭവിക്കുക. അത്രയധികം കാത്തിരുന്ന ഒരു കിരീടം കൂടിയാണ് ബാംഗ്ലൂരിൽ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വലിയ ആരാധക വൃന്ദമുള്ള ഒരു ടീം കൂടിയാണ് ബാംഗ്ലൂർ ഒട്ടാകെ ഇന്നലെ മുതൽ തന്നെ ആവേശത്തിമിർപ്പിലായിരുന്നു ഈ കിരീട നേട്ടത്തിന് ശേഷം. അതിൻ്റെയൊക്കെ പ്രതിഫലനമെന്നോണം വലിയ തോതിൽ ആരാധകർ ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുകയായിരുന്നു. ദൃശ്യങ്ങളിലേക്ക്. ನೀರು ಕುಡಿ ಅವ್ರಿಗೆ. ತೊಂದರೆ ನೀರು ಕುಡಿ ಅವ್ರಿಗೆ. ഇതിനിടയിൽ നേരത്തെ നമുക്കറിയാം, ഉപമുഖ്യമന്ത്രിയാണ് സ്വീകരിച്ചത്